ഹലോ നമസ്കാരം, എന്റെ പേര് ഐശ്വര്യ. എല്ലാവർക്കും ഐശ്വര്യമീ ഓണം എന്ന ഓണം സീരീസിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു റെട്രോ ലുക്കാണ്. റെട്രോ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഷീലാമ്മയുടെ ഇൻസ്പയർഡ് ലുക്കാണ് ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. എന്റെ ഫേസിൽ എങ്ങനെ ഉണ്ടാകുമെന്ന് ഇപ്പൊ നിങ്ങൾ കണ്ടു. അപ്പൊ ഇതിന്റെ ഒരു പ്രോസസ്സാണ് ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. പണ്ട്, അതായത് നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലത്തൊക്കെ മേക്കപ്പ് എങ്ങനെയായിരിക്കും ചെയ്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ എന്തൊക്കെയായിരിക്കും അവരുടെ സ്റ്റെപ്പ് എന്നുള്ളത് അറിയാനും ഈ ഒരു ലുക്ക് എന്റെ മുഖത്ത് എങ്ങനെ ഉണ്ടാവും എന്ന് അറിയാൻ വേണ്ടി ഒരു ഫണ്ട് രീതിയിലാണ് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, ഇത് എന്റെ കുറെ നാളായിട്ട് എന്റെ ഒരു ഐഡിയ ലിസ്റ്റിലുള്ള വീഡിയോ ആണ് കേട്ടോ. പണ്ടത്തെ നടിമാരുടെ ഏതെങ്കിലും ലുക്ക് എനിക്ക് റീക്രിയേറ്റ് ചെയ്യണം എന്നുള്ളത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഓണം സീരീസ് വളരെ സീരിയസ് ആയിട്ട് പോണ സ്ഥിതിക്ക് നമുക്ക് അതിനകത്ത് കുറച്ച് ഫൺ കൊണ്ടുവരാം. ബിക്കോസ് എന്റെ ഫേസ് ഇട്ട് ഞാൻ ഇത് കുറച്ച് ഫണ്ണായോ എന്ന് സംശയമില്ലാതില്ല. എനിക്കറിയാൻ പാടില്ല, നിങ്ങൾ വീഡിയോ ഫുൾ കണ്ടിട്ട് പറ. അപ്പൊ നമുക്ക് ഇനി ഒത്തിരി സംസാരിച്ച സമയം കണ്ടു. ലെറ്റ്സ് ഗെറ്റ് ദ വീഡിയോ. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഞാനിന്ന് എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഷീലാമ്മയുടെ ലുക്കാണ് റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ വീഡിയോ സ്റ്റാർട്ട് ചെയ്യണേ മുന്നേ ഞാൻ എന്റെ പഴയ ലുക്ക് ടൈപ്പുള്ള ഒരു സാരിയും വൈറ്റ് ബ്ലൗസും ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, പഴയ കാലത്തിലൊക്കെ എന്റെ വൈറ്റ് പഴയ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്. വൈറ്റ് ബ്ലൗസും ബ്ലാക്ക് ബ്ലൗസും പ്ലെയിനും അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് വന്നേക്കുന്നത്. എനിക്കൊന്ന് കുറച്ചും കൂടി ക്ലോസ് നെക്കും ബാക്കിൽ ഹൈ ആയിരിക്കും മോസ്റ്റ്ലി. പക്ഷെ എന്റെ അങ്ങനത്തെ വൈറ്റ് ബ്ലൗസ് ഇല്ലാത്തതുകൊണ്ട് ജസ്റ്റ് ഈ ഒരു വൈറ്റ് ബ്ലൗസും ഈ ഒരു സാരിയായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാട്ടോ. ഇത് കിരണിന്റെ അമ്മയുടെ സാരിയാണ്. അമ്മ എനിക്ക് അറൌണ്ട് ഒരു വർഷം ഈ സാരി ഇട്ടിരിക്കുന്നത്. ഇപ്പൊ ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് അത് ഗുണത്തിൽപ്പെട്ടെന്നുള്ളതാണ് സത്യം. ഇങ്ങനെ എടുക്കാം, ഷൂട്ട് എന്തെങ്കിലും ഷൂട്ട്സ് എടുക്കുമ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഒന്നും നടന്നിട്ടില്ല. ഫൈനലി ഈ സാരിക്ക് ഒരു മോചനം കിട്ടിയിരിക്കുകയാണ്. ആൻഡ് മേക്കപ്പ് വീഡിയോയിൽ കിടക്കാൻ മുന്നേ ഞാൻ പറയട്ടെ, ഞാൻ ഭയങ്കര നെർവസ് ആണ് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി. ബിക്കോസ് ഷീലാമ്മ എന്ന് പറയുമ്പോഴത്തേക്ക് അവരൊരു ഐക്കോണിക് ആക്ടറുള്ള ഒരു ആക്ടറാണ്. അവരുടെ അഭിനയമാണെങ്കിലും അവരുടെ സൗന്ദര്യമാണെങ്കിലും അവര് മൊത്തത്തിൽ ഭയങ്കര സുന്ദരിയാണ്, ഭയങ്കര ടാലന്റഡ് ആയിട്ടുള്ള ഒരു ആളാണ്. അപ്പൊ അങ്ങനത്തെ ഒരാളുടെ ലുക്ക് റീക്രിയേറ്റ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞാൽ എന്റെ ഉള്ളിൽ കിടന്ന് എന്റെ ഹാർട്ട് ഇങ്ങനെ കിടന്ന് ബീറ്റ് ചെയ്തോണ്ടിരിക്കുന്നത്. അതാണ് സത്യം പറഞ്ഞ എന്റെ അവസ്ഥ. ഫസ്റ്റ് ഒരു ഡിസ്ക്ലെയിമർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ലുക്ക് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ ഒരിക്കലും ഷീലാമിനെ പോലെ ആവില്ലെന്നുള്ള നല്ല ബോധ്യം ഉണ്ടായിട്ടാണ് ഞാൻ ഈ ലുക്ക് ചെയ്യുന്നത്. ഈ ലുക്ക് എന്നല്ല, ഏത് നടിമാരുടെ റീക്രിയേഷൻ വീഡിയോ ചെയ്തു കഴിഞ്ഞാലും എനിക്ക് ആ ലുക്ക് കിട്ടില്ല. ബിക്കോസ് എനിക്ക് യാതൊരുവിധ മലയാളി ഫീച്ചേഴ്സ് ഇല്ല. അതും എനിക്ക് നന്നായിട്ട് അറിയാം. ബിക്കോസ് നമ്മൾ എത്ര പ്രാവശ്യം ഇത് പഴയ വീഡിയോസിൽ പറഞ്ഞു കഴിഞ്ഞാലും റീക്രിയേഷൻ വീഡിയോ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവരെ പോലെ ആയില്ലല്ലോ എന്നാണ് കുറെ പേരൊക്കെ മേ ബി അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന ആൾക്കാരായിരിക്കുമല്ലോ. അങ്ങനെ എപ്പോഴും വന്ന് പറയാറുണ്ട്. ഐ നോ, എനിക്ക് അങ്ങനത്തെ ഫീച്ചേഴ്സ് ഒന്നും, എനിക്ക് മലയാളി ഫീച്ചേഴ്സ് പോലും ഇല്ലാത്ത ഞാൻ എന്ത് ചെയ്തിട്ടാണ് മലയാളി പോലെ ആവാനുള്ളത്. അപ്പൊ അങ്ങനെയൊന്നുമില്ല. എനിക്ക് ആ നടീനോടുള്ള ആരാധനയും പിന്നെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് ചെയ്യാനുള്ള ആഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ലുക്ക് ചെയ്യുന്നത്. ആൻഡ് എനിക്ക് മലയാളി ഫീച്ചേഴ്സ് ഉള്ള ആൾക്കാരെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതായത് വലിയ കണ്ണ്, നല്ല മൂക്ക്, നല്ല ചുണ്ട്. അറ്റ്ലീസ്റ്റ് ഐ ഹാവ് വെരി ഗുഡ് ലിപ്സ്. ഐ എം വെരി ഹാപ്പി വിത്ത് മൈ ലിപ്സ്. എനിക്ക് എന്റെ ചുണ്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇതൊക്കെ എനിക്കറിയാം. അതിന്റെ പൂർണ്ണബോധത്തോടെയാണ് ഞാൻ ഓരോ ലുക്സും ചെയ്യാറുള്ളത് പറഞ്ഞുകൊണ്ട് നമുക്ക് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ചൂസ് ചെയ്ത ഫോട്ടോ നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ് ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ നമ്മൾ മേക്കപ്പ് ചെയ്യുന്നതിന് മുന്നേ ഡെഫിനറ്റ് ആയിട്ടും നമ്മൾ മോയ്സ്ചറൈസർ ഇടണം. അപ്പൊ എനിക്ക് സത്യം പറഞ്ഞാൽ സംസാരിക്കാൻ പറ്റുന്ന ടെൻഷൻ ആയിട്ടുണ്ടല്ലോ, ഭയങ്കര ടെൻഷൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് എങ്ങനെ ഇത് ആവും തോന്നിട്ട് ഭയങ്കര ടെൻഷനാണ്. ഒന്നാമതെ ഞാൻ അറിയില്ല, ഭയങ്കര ടെൻഷൻ ഉണ്ട്. അപ്പൊ ഞാൻ നന്നായിട്ട് മോയ്സ്ചറൈസർ ഇടാണ് ഫേസിൽ. ഡോട്ട് ആൻഡ് കീന്റെ മോയ്സ്ചറൈസറാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. ഒത്തിരി ജാർസ് യൂസ് ചെയ്ത് ഫിനിഷ് ചെയ്ത ഒരു മോയ്സ്ചറൈസർ ആണത്. അപ്പൊ മോയ്സ്ചറൈസർ ഇട്ടതിന് ശേഷം ഞാൻ എന്തായാലും പ്രൈമർ ഇടുന്നുണ്ട്. പ്രൈമർ മേക്കപ്പ് ഇടുന്നതാണല്ലോ, അപ്പൊ എന്തായാലും ഞാൻ പ്രൈമർ ഇടാണ്. ഞാൻ പ്ലമ്മിന്റെ പ്രൈമറാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഞാൻ യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഫൗണ്ടേഷൻ വന്നിട്ട് മാക്കിന്റെ സ്റ്റുഡിയോ റേഡിയൻസ് ഫൗണ്ടേഷൻ ആണ്. ഈ ഫൗണ്ടേഷന്റെ ഫിനിഷ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അല്ലാണ്ട് വേറെ സ്പെസിഫിക് റീസൺ ഒന്നുമില്ല. നല്ലൊരു ഗ്ലോ തരും. പക്ഷെ ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിമിലൊക്കെ എനിക്ക് ആ ഗ്ലോ ഒന്നും മനസ്സിലായിട്ടൊന്നുമില്ല കേട്ടോ. എനിക്ക് അങ്ങനെ ഭയങ്കര ഗ്ലോ ഇപ്പോഴത്തെ നമ്മുടെ സ്കിൻ ഇപ്പൊ എനിക്കൊരു കളർ ഗ്രേഡിംഗ് ഒക്കെ ഉള്ള കാലത്ത് നമുക്ക് ശരിക്കും മനസ്സിലാവും നടിമാരുടെ ഫീച്ചേഴ്സിന്റെ അകത്ത് ലൈക്ക് ഫേസിന്റെ അകത്ത് ഗ്ലോ ഉണ്ടോ ഇല്ലെന്നുള്ളത്. പക്ഷെ എനിക്ക് പണ്ടത്തെ സിനിമ കണ്ടിട്ട് അങ്ങനെ മനസ്സിലായില്ല. എനിക്കൊരു മാച്ച് മേക്കപ്പ് മാതിരിയാണ് തോന്നിയത്. ബട്ട് സ്റ്റിൽ ഞാൻ ഇതിടാണ്. ഞാനൊരു ഫൗണ്ടേഷൻ ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്താ അറിയില്ല, ഭയങ്കര നിറവല്ലേ. ഞാൻ അണ്ടർ ഐ കൺസീലർ നന്നായിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. കൺസീൽ ചെയ്ത് കഴിഞ്ഞ് ഞാൻ ബ്ലഷ് ഇടാൻ വേണ്ടി പോണ്. അന്നത്തെ കാലത്ത് ബ്ലഷസ് കോൺടോർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നോ എന്ന് തന്നെ എനിക്കറിയില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൂവീസ് ഒക്കെ ആയതുകൊണ്ട് കോൺടോറും ബ്ലഷും എത്രത്തോളം യൂസ് ചെയ്തെന്നുള്ളത് എനിക്ക് യാതൊരു ഐഡിയ ഇല്ല. അതുകൊണ്ട് ഞാൻ ബ്ലഷ് മാത്രമാണ് ഇടുന്നത്. എനിക്കറിയില്ല, നിങ്ങൾ ആർക്കെങ്കിലും അറിയാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എനിക്ക് പറഞ്ഞു തരൂ. എനിക്ക് നോ ഐഡിയ ഇടുമായിരുന്നോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ എന്നുള്ളത്. ബിക്കോസ് അത്ര ക്ലിയർ അല്ല വീഡിയോസിൻ്റെ അകത്ത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയണേ.
എനിക്ക് ബ്ലഷ് ഇടുമായിരുന്നു എന്നാണ് എൻ്റെ ഒരു നിഗമനം. ബിക്കോസ് പണ്ട് നമ്മൾ ബ്ലഷിനെ റൂഷ് എന്നല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോ എല്ലാവരും ഇടുന്നുണ്ടായിരുന്നിട്ടുണ്ടാവണം, അല്ലെങ്കിൽ ആ ബ്ലഷ് ഇപ്പൊ വന്ന ട്രെൻഡ് അല്ല. ഒബ്വിയസ്ലി ഷുവറായിട്ടും പണ്ട് മുതലേ ഉണ്ട് ബ്ലഷ്. പക്ഷെ കോണ്ടോറൊക്കെ നമ്മളൊരു ഇടക്കാലം വെച്ചിട്ട് കേൾക്കാൻ തുടങ്ങിയതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അറ്റ്ലീസ്റ്റ് ഞാനൊരു 10-12 വർഷമായിട്ടുള്ളൂ കോണ്ടോറിനെ പറ്റി കേട്ട് തുടങ്ങിയിട്ട്. അതിന് വരെ എനിക്ക് യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. സോ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഡാർക്കായിട്ട് ബ്ലഷ് ഇടുന്നുണ്ട്. യെസ്, അങ്ങനെ നമ്മൾ ഇട്ടതിന് ശേഷം നമുക്ക് ഇതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ബിക്കോസ് എല്ലാം നമ്മൾ ക്രീം പ്രൊഡക്ട്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഞാനൊരു സെറ്റിംഗ് പൗഡർ വെച്ചിട്ട് എന്റെ ഫേസ് ഫുള്ള് സെറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. എനിക്ക് കൂടുതലും നമ്മുടെ പണ്ടത്തെ സിനിമയിലൊക്കെ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് കുറച്ച് മാറ്റ് ലുക്കാണ് അവർ ട്രൈ ചെയ്തേക്കണ മാതിരിയാണ് എനിക്ക് തോന്നുന്നുള്ളത്. അങ്ങനെ ഗ്ലോസി ഡ്യൂയി ആയിട്ടൊക്കെ ഇരിക്കണ മാതിരി എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. അത് ഇനി നമുക്ക് പണ്ടത്തെ വീഡിയോ ക്വാളിറ്റി തന്നെയാണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ ബേസ് കുറച്ച് മാറ്റിഫൈ ചെയ്യാണ്. അപ്പൊ നമ്മുടെ ബേസ് നമ്മൾ നന്നായിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ മെയിൻ ആയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളിലേക്കാണ് കടക്കാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് വൺ വന്നിട്ട് ഐബ്രോസ്. ഇപ്പൊ നിങ്ങൾക്ക് ഞാനിപ്പോ ഇവിടെ ഫോട്ടോ കുറച്ച് സൂം ഇൻ ചെയ്ത് കാണിക്കാം. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഐബ്രോസ് ഇവിടെ നിന്ന്, അതായത് ഇത്തിരി ഭാഗം ഇങ്ങനെ ഇവിടെ നിന്ന് കൺസീൽ ചെയ്തതിന് ശേഷം ഇവിടെ നിന്നാണ് ഇങ്ങനത്തെ ഒരു ഷേപ്പിലാണ് ഐബ്രോസ് വരച്ചേക്കുന്നത്. അയ്യോ, അതെങ്ങനെ ഉണ്ടാവും എനിക്കെന്നുള്ളത് ഒരു ഐഡിയ ഇല്ല. എന്നാലും ഞാൻ ഐബ്രോ ജെല്ല് വെച്ചിട്ട് ചെയ്ത് നോക്കാനാണ് എന്റെ പ്ലാന്. അല്ലാണ്ട് ഐബ്രോ പെൻസിൽ വെച്ച് ചെയ്ത് കഴിയുമ്പോൾ എത്രയ്ക്കും വൃത്തിയാകുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. സോ നമുക്ക് ഐബ്രോ പെൻസിൽ വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കാം. അതിന് മുന്നേ ഞാൻ ഇപ്പോഴാണ് ഒന്നും കൂടി ആ ഫോട്ടോ ശ്രദ്ധിച്ചത്. നമുക്ക് കുറച്ച് ഗ്യാപ്പ് സൃഷ്ടിക്കാൻ പറ്റുമോ നോക്കാം. ഐ ഡോണ്ട് നോ. ഓൾറെഡി എന്റെ ഐബ്രോസിന് തമ്മിൽ നല്ല അത്യാവശ്യം ഗ്യാപ്പ് ഉള്ള ഒരു ഐബ്രോസ് ആണ്. 2 ഐബ്രോസും തമ്മിൽ എനിക്ക് ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ ഐ തിങ്ക് ഞാൻ കൂടുതൽ ഗ്യാപ്പ് വരുത്തണോ എന്നാണ് ഇപ്പൊ എന്റെ എനിക്ക് മനസ്സിലാക്കണമെന്ന് വെച്ചാൽ പണ്ടത്തെ ആൾക്കാർ ഇവിടുത്തെ ഗ്യാപ്പ് ആ ഒരു സ്റ്റൈലിന് വേണ്ടിയിട്ട് ഈ ഫ്രണ്ടിലത്തെ പോർഷൻ അത്രയും അവര് പ്ലക്ക് ചെയ്ത് കളയാറുണ്ടായിരുന്നു എന്നാണ് എന്റെ ഒരു അറിവ് കേട്ടോ. അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്, അങ്ങനെ ചെയ്യാറുണ്ടെന്നുള്ളത്. അപ്പോൾ ഞാനിപ്പോ അത്രയും വലിയ റിസ്ക് ഒന്നും എടുക്കുന്നില്ല. ഐ എം ജസ്റ്റ് കൺസീലിങ്. ഈ ഒരു കുഞ്ഞി പോർഷൻ മാത്രം ജസ്റ്റ് കൺസീൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എന്നിട്ട് അപ്പുറത്തുനിന്ന് ഞാൻ വരച്ചു തുടങ്ങാവേ. നല്ല തിക്കായിട്ടുള്ള ഐബ്രോസ് ആണ് പണ്ട് വരയ്ക്കുന്നത്. ഒട്ടും തന്നെ തിന്നല്ല, നല്ല വില്ല് പോലത്തെ ഐബ്രോസ് ആണ്. ആൻഡ് ഭയങ്കര തിക്കുമാണ്. എന്താന്ന് വെച്ചാൽ കാര്യം എന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലായത്, ഇതൊക്കെ നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൂവീസ് ആയതുകൊണ്ട് അതില് നമ്മൾ ജസ്റ്റ് ഇപ്പൊ ചെയ്യണ മാതിരി നാച്ചുറൽ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഐബ്രോസും കണ്ണും ഒന്നും അത്രയ്ക്കും ഹൈലൈറ്റഡ് ആയിട്ട് കിട്ടത്തില്ല. അതുകൊണ്ടാണ് അവർ അത്രയും ഡാർക്ക് ആയിട്ട് ഇങ്ങനെ ഡൈമെൻഷൻ നല്ല ഹൈലൈറ്റഡ് ആയിട്ട് കാണാൻ വേണ്ടിയിട്ടാണ്, എടുത്ത് കാണാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. യെസ്, നമ്മളിപ്പോ ഏകദേശം അതുപോലത്തെ ഗ്യാപ്പുള്ള, ഇവിടെ നോക്കട്ടെ, യെസ് കുറച്ച് ഗ്യാപ്പുള്ള ഒരു 2 ഐബ്രോസ് നമ്മൾ നല്ല അടിപൊളിയായിട്ട് വരച്ചിട്ടുണ്ട്. എനിക്ക് ഇനിയും സത്യം പറഞ്ഞാൽ ഇത് കളർ ചെയ്യാൻ ഭയങ്കര പേടിയാണ് കേട്ടോ. ബിക്കോസ് ഈവൻ ദോ ഞാൻ ബ്രൗൺ വെച്ചിട്ടാണ് വരയ്ക്കണമെങ്കിലും എനിക്ക് നല്ല പേടിയുണ്ട്. ബിക്കോസ് എന്റെ ഐബ്രോസ് ഇങ്ങനെയൊന്നും അല്ലാത്തതുകൊണ്ട് നല്ല ടെൻഷൻ ഉണ്ട് ഇത് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് വേറെ വല്ല രൂപമാവുമെന്ന്. ബട്ട് ഇപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് വരയ്ക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് ബ്രഷ് ചെയ്യണമൊന്നുമില്ല, ഞാൻ അങ്ങനെ തന്നെ തിക്കായിട്ട് കളർ ചെയ്ത് വെച്ചേക്കാണ്. എന്നെ ചിത്ത പറയരുത്, ഇത് ജസ്റ്റ് ട്രൈ ആണ് കേട്ടോ. ഇനി നമുക്ക് കണ്ണുകളിലേക്ക് കടക്കാം. കണ്ണുകളില് കുറെ സിനിമകളിൽ ഞാൻ ഇങ്ങനെ ഡബിൾ വിങ് ഇട്ടേക്കുന്നത് കണ്ടിട്ടുണ്ട്. പിന്നെ നന്നായിട്ട് ലാഷസ് വെക്കാറുണ്ട്, നല്ലോണം മസ്കാര ഇട്ടിട്ടുണ്ട്. അന്നത്തെ കാലത്തൊക്കെ ലാഷസ് ഉണ്ടായിരുന്നു എന്നുള്ളത് എന്നെ വളരെയധികം അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്, എത്ര കൊല്ലങ്ങൾ മുന്നേ അല്ലേ. അപ്പൊ യെസ് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ അത് ചെയ്യാൻ വേണ്ടി ജെൽ ഐലൈനർ ആണ് എടുക്കുന്നത്. അത് വെച്ച് ചെയ്യുമ്പോഴായിരിക്കും കുറച്ചും കൂടി ഭംഗിയും ഒരു പ്രിസിഷനും കിട്ടുന്നത്. അപ്പൊ പെട്ടെന്ന് ഉണങ്ങാനും ഒക്കെ കുറച്ചും കൂടി, ഉണങ്ങാനല്ല ഐ മീൻ അതൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല, ഭംഗി ഉണ്ടാവണത് അതുകൊണ്ട് ഞാൻ എന്റെ ഈ വാട്ടർ ആക്ടിവേറ്റഡ് ആയിട്ടുള്ള ഈ ഒരു സാധനം വെച്ചിട്ടാണ് ഞാൻ ട്രൈ ചെയ്യുന്നത്. ആൻഡ് ഓൾസോ ശ്രീരാമയുടെ കണ്ണ് ഭയങ്കര ഭംഗിയുള്ള കണ്ണാണ്, താമര മൊട്ട് പോലത്തെ കണ്ണാണ്. എന്റെ ചൈനീസിലെ താമരമൊട്ട് പോലത്തെ കണ്ണാണ് എന്റെ. അപ്പൊ അതുകൊണ്ട് ഐ ഡോണ്ട് നോ ഇതെങ്ങനെയാവും എന്നുള്ളത്, ബട്ട് സ്റ്റിൽ ഐ വോണ്ട് ടു ഗിവ് ഇറ്റ് എ ട്രൈ. അപ്പൊ അതാണ് സംഭവം. അപ്പൊ ഡബിൾ വിങ് വരുന്ന ഒരു ലുക്കാണ് ഞാൻ ചൂസ് ചെയ്തേക്കുന്നത്. ആൻഡ് എപ്പോഴും മനസ്സിലാക്കണ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല തിക്കായിട്ടാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ ലെറ്റ് മീ ട്രൈ. ശ്രീലാമ്മയുടെ ഒരുമാതിരിപ്പെട്ട നമ്മൾ ലുക്ക് ഒക്കെ നോക്കി കഴിയുമ്പോൾ നമ്മൾ വാട്ടർ ലൈനിൽ അവർ എഴുതാറില്ല, എല്ലാം അതിന്റെ ലോവർ ലാഷ് ലൈനിലാണ് എല്ലാം എഴുതുന്നത്. സോ ദാറ്റ് ഒന്നും കൂടി കണ്ണ് നല്ല രസമായിട്ടിരിക്കും. അപ്പോ ഞാൻ അങ്ങനെ തന്നെ ട്രൈ ചെയ്യണേ. ഒരു മീനിനെ പോലെ ഉണ്ടല്ലേ ഈ ഒരു ഡബിൾ വിങ് എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പൊ ഞാൻ ഇന്റൻസിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണത്. ഇപ്പൊ എന്റെ എഴുത്ത് ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്, ബിക്കോസ് എന്റെ ഭയങ്കര കുഞ്ഞു കണ്ണാണ്. അപ്പൊ ഞാൻ കൂടുതൽ എഴുതുന്നതോറും അത് എന്റെ കൂടുതൽ അടി പോകും. അപ്പൊ ഞാൻ ഈ കണ്ണും കൂടി കംപ്ലീറ്റ് ചെയ്യട്ടെ കേട്ടോ. കണക്കിന് ഞാൻ എന്റെ കണ്ണ് ഇത്രയും തിക്ക് ആക്കിയിട്ടുണ്ട്. ഇതിൽ കൂടുതൽ തിക്കാക്കാൻ സത്യം പറയാൻ പറ്റത്തില്ല. ഓക്കെ, അതിനുശേഷം ഞാൻ എന്റെ വാട്ടർ ലൈൻ ഒരു ന്യൂഡ് കാജൽ വെച്ച് ഞാൻ എഴുതി കൊടുക്കുന്നുണ്ട്, ജസ്റ്റ് ഒന്ന്. അപ്പൊ ഒന്നും കൂടി നല്ല, അയ്യോ അത് ന്യൂഡ് കാജൽ എപ്പോഴും ഒരു മാജിക് ആണ്. നല്ല വലിയ കണ്ണ് വേണമെന്നുണ്ടെങ്കിൽ
ഇങ്ങനെ ഇങ്ങനെ എഴുതുന്നല്ല ഞാൻ പറഞ്ഞത്. എഴുതിയിട്ട് നമ്മള് വാട്ടർ ലൈനിൽ ബ്ലാക്ക് കാജലിടുന്നതിന് പകരം വൈറ്റ് ന്യൂഡ് കാജലിട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. അപ്പൊ എന്തായാലും നമ്മള് ഇങ്ങനെ എഴുതി നമ്മൾ ഡാൻസിന് പോകാറുണ്ട് ഇപ്പൊ കാണാൻ. സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ മസ്കാര ഇടാൻ വേണ്ടി പോവാണ്. മസ്കാര ഇട്ടിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ, ലാഷസ് വെക്കാൻ. ഓക്കെ, ഇപ്പൊ ഞാൻ കണ്ണ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ലാഷസും കൂടി വെക്കാനുണ്ട്. പക്ഷെ ഞാൻ എന്റെ ഇടയിൽ നോട്ടീസ് ചെയ്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊട്ട് ഭയങ്കര മേലെ ആയിട്ടാണ് തൊട്ടേക്കുന്നത്. അപ്പൊ എനിക്ക് ഓൾറെഡി എന്റെ ബർത്ത് മാർക്കാണ് ഇരിക്കുന്നത്. അപ്പൊ അതിനൊന്ന് ഹൈഡ് ആക്കിയാൽ മാത്രമേ നമുക്ക് സെറ്റ് ആവുള്ളൂ. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ഹൈഡ് ആക്കട്ടെ. നല്ല കവറേജ് ഉള്ള കൺസീലർ വെച്ചിട്ട് മാത്രമേ എന്റെ പൊട്ട് എനിക്ക് കൺസീൽ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. സോ ഓൾമോസ്റ്റ് കൺസീൽഡ്. ഇനി നമുക്ക് പൊട്ട് ഏകദേശം ഏത് ഭാഗത്താണോ നോക്കട്ടെ. ഒരു ഗോപി പൊട്ടാണ്, അതും ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് തൊട്ടേക്കുന്നത് കേട്ടോ. സോ അതിനും ഞാൻ ഈ ഒരു ജെൽ ലൈനർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. കറുത്ത പൊട്ടാണ് തൊട്ടേക്കുന്നത്. അതോ ഇനി വേറെ വല്ല കളറാണെന്ന് അറിയില്ല, ബിക്കോസ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയതുകൊണ്ട് ഐ ഡോണ്ട് നോ. ഞാൻ എന്തായാലും ബ്ലാക്ക് തന്നെയാണ് തൊടുന്നത്. യെസ്, നമ്മൾ അങ്ങനെ പൊട്ട് തൊട്ടിരിക്കുകയാണ് കുട്ടികളെ. ഇനി നമുക്ക് ലിപ്സ്റ്റിക്ക് നോക്കാം. ലിപ്സ്റ്റിക്ക് ഭയങ്കര ന്യൂഡ് കളറായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. പക്ഷെ ഇതിപ്പോ ഞാനിപ്പോ നോക്കട്ടെ, ഞാൻ കുറെ ഫോട്ടോസ് ഇവിടെ എടുത്ത് നോക്കണത് എല്ലാം ന്യൂഡാണ്. അങ്ങനെ ശീലമ്മ അങ്ങനെ ഭയങ്കര ലിപ്സ്റ്റിക് ഒന്നും ഇട്ടതായിട്ടൊന്നും തോന്നണില്ല. പ്രത്യേകിച്ച് നമ്മളുടെ ഈ 2 ഫോട്ടോയ്ക്കകത്തും എനിക്കൊന്നും തോന്നുന്നില്ല. പക്ഷെ കുറച്ച് ലിപ് ലൈനർ ഇട്ടതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഞാൻ ഒരു ലൈറ്റ് കളർ ലിപ് ലൈനർ എടുത്തിട്ട്, ലൈറ്റ് അല്ല, ഒരു വേറബിൾ ബ്രൗൺ കളർ ലിപ് ലൈനർ എടുത്തിട്ട് അന്ന് ഔട്ട്ലൈൻ ചെയ്യണേ. ഈ ചുണ്ടിന്റെ അവിടെ ഇങ്ങനെ ഒരു നല്ല ഇത്തിരി നല്ല തുടുത്ത ചുണ്ടായതുകൊണ്ട് ഇങ്ങനെ കട്ട് വരാറുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ കൗണ്ടർ മാതിരി ചെയ്യണതുണ്ടോ. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യും, നമ്മൾ അതിന്റെ മേലെ നമുക്ക് ഗ്ലോസ് ഇട്ട് കൊടുക്കാം. ഞാൻ ക്ലിയർ ഗ്ലോസ് ആണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ ഇങ്ങനെയാണ് എന്റെ മുഖത്ത് ഈ മേക്കപ്പ് ഇട്ടപ്പോ ഇരിക്കുന്നത്. പക്ഷെ നമ്മൾ കഴിഞ്ഞിട്ടല്ലോ. ഓക്കെ, യെസ്. നമുക്ക് ഇനി മുടി കെട്ടാം. ഈ ഒരു ലുക്കിന്റെ അകത്ത് ഒരു 2 സൈഡും ഇങ്ങനെ എനിക്ക് ചീറ്റി വരുന്നില്ല കണ്ടിട്ട്. നോക്കി ചിരിക്കരുത് പ്ലീസ്. ഈ ഒരു ലുക്കിന്റെ അകത്ത് നമ്മള് എന്താ പറയാ, 2 സൈഡിലും മുടിയാണ് ശീലമ്മ കെട്ടിയേക്കുന്നത്. സോ നമുക്ക് അങ്ങനെയൊക്കെ കെട്ടിയാൽ എനിക്ക് വല്ല മേന വരുമോ നോക്കി നോക്കാം. ഓ ദൈവമേ, എനിക്ക് വയ്യ എന്നെ തന്നെ കണ്ടേ. സത്യം ഭയങ്കര ചിരി വരണു. കുഞ്ഞു മാമന്മാരെ മേക്കപ്പ് ഇട്ടിട്ട് ഉറക്കാൻ വേണ്ടി കിടത്തില്ലേ, അത് മാതിരിയാണ് എനിക്ക് സത്യം പറഞ്ഞ എന്നെ കണ്ടിട്ട് തോന്നുന്നത്. ഓ മൈ ഗോഡ്. ഇവിടെ മുടി കെട്ടി വന്നപ്പോഴത്തേക്കും പിന്നെയും ഒരു പണ്ടത്തെ ലുക്ക് വരുന്നുണ്ടെന്ന് തോന്നല്ലേ. ഇതിന്റെ കൂടെ 2 ചെറിയ ജുംക്കാണ് ഇട്ടേക്കുന്നത്. അപ്പൊ ഞാനും അതുപോലെ 2 ചെറിയ ജുംക്ക് ഇവിടെ ഇടുകയാണ് കുട്ടികളെ. മാലയ്ക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഇങ്ങനത്തെ ഒരു ലോട്ടസ് മാലയാണ് യൂസ് ചെയ്യുന്നത്. ഇതാണ് എന്റെ കയ്യില് ആക്ച്വലി ഇങ്ങനെ പണ്ടത്തെ ലുക്കുള്ള ഒരു നീളമുള്ള മാല ഉള്ളത്. ഇങ്ങനത്തെ ഒരു മാലയാണ് ഇത്. പണ്ടത്തെ ടൈപ്പ് ഓഫ് മാലയാണ്. അപ്പൊ ഇതുണ്ട്. ആൻഡ് ഓൾസോ കുറച്ച് കരിവെള്ളകൾ ഇടുകയാണ്. ബിക്കോസ് അതെന്ത് കളറാണെന്ന് എനിക്കറിയില്ല. സോ എന്റെ കയ്യിൽ എനിക്ക് തോന്നുന്നത് അത് കരിവളയാണെന്നാണ് തോന്നുന്നത്. ഓർമ്മ ശരിയാണെങ്കിൽ ശീലമ്മയ്ക്ക് എനിക്കാണ് എവിടെയോ ഒരു മർഗമുണ്ട്, ഇതൊക്കെ ഇവിടെയോ ഉണ്ടെന്നാണ്. ഞാൻ അതങ്ങ് ഇടുകയാണ്. പക്ഷെ എനിക്ക് കറക്റ്റ് കണ്ടിട്ട് മനസ്സിലാവുന്നില്ല. അത് വിട്ടപ്പോ മുടിക്കേന്ന് പറയില്ലേ, അതാണ് ഇപ്പൊ എന്റെ അവസ്ഥ. അയ്യോ എനിക്ക് വയ്യ. ഇനി നമ്മൾ ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ എടുത്ത റെഫറൻസ് ഫോട്ടോന്റെ അകത്ത് മുല്ലപ്പൂ വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ മുല്ലപ്പൂവാണ് ഇങ്ങനെയാണ് വെക്കുന്നത്. ഇങ്ങനെയാണ് വെച്ചേക്കുന്നത്, വളരെ ലൂസായിട്ട്. അപ്പോ പൂ വെച്ചു. പക്ഷെ നമ്മൾ ലാഷസ് വെക്കാൻ വേണ്ടി മറന്നുപോയി. ലാഷസ് ഇസ് ലൈക്ക് വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, അത് വെച്ചില്ലെങ്കിൽ ശരിയാവില്ല. യെസ്, അങ്ങനെ നമ്മൾ ലാഷസും കൂടി വെച്ചിരിക്കുകയാണ് കേട്ടോ. യെസ്, ഇതോടെ ലാഷസും കൂടി വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ലുക്ക് കംപ്ലീറ്റ് ആയിരിക്കാനെ. ഇതാണ് നമ്മളുടെ ഇൻസ്പയർഡ് ലുക്കിന്റെ ഫിനിഷ്ഡ് ലുക്ക് ഓൺ മൈ ഫേസ്. എനിക്ക് സത്യം പറഞ്ഞാൽ എന്നെ കണ്ടിട്ട് ചിരി വരുന്നുണ്ട് കേട്ടോ. എനിക്ക് എന്റെ ഫീച്ചേഴ്സ് കൊണ്ടിട്ടായിരിക്കും ചിലപ്പോ എന്നെ കണ്ടിട്ട് മറ്റേ കുഞ്ഞു പിള്ളേർക്ക് നേരത്തെ പറഞ്ഞ മതി ഞാൻ കണ്ണമൂക്കൊക്കെ എഴുതിച്ചിട്ട് എന്നെ കിടത്തിയ മാതിരത്തെ ഒരു തോന്നലാണ് എനിക്ക് വരുന്നത്. എനിക്കോട് ഞാൻ ഇത് കളയാണേ. എനിക്ക് തീരെ അത് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു ചെറുതായിട്ട് അവിടെ ഇരിക്കുന്നത്, അങ്ങനെ വലുതായിരുന്നു. അപ്പൊ ഇതാവുമ്പോഴത്തേക്കും ഒരു മറുകിന്റെ ഒരു ലുക്കും ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഫിനിഷ്ഡ് ലുക്ക്. എന്നെ ചീത്ത പറയരുത്, എന്നെ കളിയാക്കരുത്, ബിക്കോസ് ഇത് ജസ്റ്റ് ഒരു ട്രൈ ആയിരുന്നു. മേ ബി എന്റെ ഫീച്ചേഴ്സ് കൊണ്ടായിരിക്കും എനിക്ക് അത്ര ഫ്ലാറ്ററിംഗ് ആയിട്ടും അടിപൊളിയായിട്ടും തോന്നാത്തത്. ഈ മേക്കപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് പണ്ടത്തെ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കുന്ന കുറെ പിള്ളേരുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് വേണ്ടി ട്രൈ ചെയ്ത് നോക്കാം. പക്ഷെ എനിക്ക് ഇത് അത്രയ്ക്ക് സെറ്റ് ആയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്, ഒത്തില്ല. ഓക്കെ, അപ്പൊ എന്തായാലും എന്റെ ഒരു ആഗ്രഹമായിരുന്നു കുറെ നാളത്തിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നുള്ളത്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഒരു ഫൺ വീഡിയോ മാത്രം കണ്ടാൽ മതി. ഓക്കെ, അതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പൊ ഈ ഒരു വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുകൊണ്ട്. അപ്പൊ see you on my next video. Bye bye, take care. മധുപകരു മലച്ചൊരിയു അനുരാഗ പൗർണമിയേ, നീ മധുപകരു
മലർച്ചൊരിയൂ അനുരാഗ പൗർണമിയേ